ഇപ്രാവശ്യത്തെ മകരസംക്രാന്തിക്ക് അരുണാൻ്റിൻ്റെ വീട്ടിലേക്കാട്ടോ പോയത്. നമ്മളെ വീട്ടിലെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും 4 മണിയായി ആൻറ്റിൻ്റെ വീട്ടിലെത്താൻ. ആൻറ്റിൻ്റെ വീട്ടിലെ ഗാർഡനാണ് കേട്ടോ അത് ശരിക്കും അവിടെ പോയി തന്നെ അനുഭവിക്കണം. അത്രക്ക് ഭംഗിയായിട്ട് ആൻറ്റി അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 12 മണിയൊക്കെ ആകുമ്പോൾ വരാമെന്നായിരുന്നു കേട്ടോ ആൻറ്റിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ സമയത്തിൻ്റെ കാര്യത്തിൽ അത്ര കൃത്യനിഷ്ഠതയുള്ള ആളായതുകൊണ്ട് 12 മണിയുള്ളത് ഒരു 4 മണിയായി, അത്ര മാത്രമേ ആയിട്ടുള്ളൂ. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനാണെന്നുള്ളത് ഞാൻ ആൻറ്റിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ചെന്നപ്പോൾ വേഗം ആൻറ്റി വിളക്കൊക്കെ തെളിയിച്ചിട്ട് എല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ആന്ധ്ര സ്റ്റൈൽ മകരസംക്രാന്തി എന്നുള്ളത് തമിഴിൽ കൊടുത്തത് പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് കേട്ടോ ഈ ഫെസ്റ്റിവൽ ആഘോഷിക്കാറുള്ളത്. ആൻറ്റി ആന്ധ്രയിലുള്ള ആളായതുകൊണ്ടാണ് ആന്ധ്ര സ്റ്റൈൽ എന്നും പറഞ്ഞത്. ഇവരെല്ലാം അന്നത്തെ ദിവസം എന്താ ചെയ്യുകയെന്നറിയോ? കുടുംബത്തിലൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടാവില്ല, അത്രയും അടുത്ത റിലേറ്റീവ്സ്. അപ്പോൾ അവരെ ഫോട്ടോ വെച്ചിട്ട്, അതായത് അമ്മ, മദറിൻലോ, ഇവരൊക്കെ ഫോട്ടോ വെച്ചിട്ട് അതിൻ്റെ താഴെ അവർ ഏത് തരത്തിലുള്ള ഡ്രസ്സാണോ ആ സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നു വെച്ചാൽ ആ ഡ്രസ്സ് ആ ഫോട്ടോൻ്റെ താഴെ വെക്കുവേ. ഈ ഫോട്ടോൻ്റെ താഴെ അതേപോലെ തന്നെ അവർ ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ടാവും, എള്ള്, കരിമ്പ്, ഇതൊക്കെ വെച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ പൂജാ റൂമിലും വെച്ചിട്ടുണ്ടാവേ. ഈ ബാംഗ്ലൂർ നഗരത്തിൽ ഇത്രത്തോളം പച്ചപ്പോട് കൂടിയിട്ട് ആ വീടും പരിസരവും ഒക്കെ ആൻറ്റി മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചുകൊണ്ട് ഞാൻ ശരിക്കും ആൻറ്റിനെ നമിച്ചു കേട്ടോ. പിന്നെ ഈ ഫെസ്റ്റിവലിൻ്റെ പ്രധാനപ്പെട്ട ഐറ്റമാണ് പൊങ്കൽ, അതേപോലെ എള്ള്, സ്വീറ്റ് പൊട്ടറ്റോ, കടല, ഇതെല്ലാം പൂജാ റൂമിലും വെച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ അവിടെ വരുന്നവർക്കും കൊടുക്കുവേ. ഇതേപോലത്തെ ബോക്സ് എല്ലാവർക്കും തരും കേട്ടോ. അതിൽ 5 തരം ഐറ്റംസ് ഉണ്ടാവേ. വെള്ള എള്ള്, കൊപ്ര, ശർക്കര, പിന്നെ 2 തരത്തിലുള്ള കടല ഉണ്ടാവും. ഈ സമയത്ത് എന്താ ഇതൊക്കെ കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചപ്പോൾ ആൻറ്റി പറഞ്ഞത് സ്കിന്നിന് നല്ലതാണത്രേ. ഞാൻ അവിടെ ഈ വീഡിയോ എടുത്തപ്പോഴേക്കും ആൻറ്റി എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കഴിക്കാനുള്ള ഫുഡൊക്കെ. അതിൽ തന്നെ മെയിനായിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവരക്കായൻ്റെ കറിയാണ്. പിന്നെ പംകിൻ, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ, വട, ഇതൊക്കെയായിരുന്നു. ഉച്ചയ്ക്ക് നല്ല ഫുഡ് കഴിച്ചുകൊണ്ട് ആ സമയത്ത് എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് പോയില്ല. പിന്നെ ആൻറ്റി എല്ലാം പാക്ക് ചെയ്ത് തന്നു, കൂടെ ഒരു റിട്ടേൺ ഗിഫ്റ്റും. എന്തായാലും ഭയങ്കര സന്തോഷമായിട്ടോ. മലപ്പുറം ജില്ലയിലെ ഒരു മുസ്ലിം സമൂഹത്തിൽ ജനിച്ച് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇതേപോലൊരു ഫംഗ്ഷന് കയറുന്നത്. നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ കാര്യങ്ങൾ ആൻറ്റിനോട് ചോദിക്കുമ്പോഴും ആൻറ്റി അത് വിശദീകരിച്ച് പറഞ്ഞു തരുമ്പോഴൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അടുത്ത ഫെസ്റ്റിവലിന് ഇനിയും വരാമെന്നും പറഞ്ഞു.